ഇന്നലെ ഞങ്ങളുടെ തന്ത്രയുടെ 5ാം വാർഷികമായിരുന്നു. തന്ത്ര ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരിടമാണ്. തന്ത്ര ഒരു സൂംബ ക്ലാസ് ആണ്. അവിടെ ആദ്യം ചെന്നത് ഇന്നലെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ദീപ ചേച്ചിയാണ് എൻ്റെ അടുത്ത് തന്ത്രയെ പറ്റി ആദ്യമായി പറയുന്നത്. ചേച്ചി പറഞ്ഞത്, എടി അത് എക്സസൈസ് ആണ്, അത് ചെയ്തിട്ട് എനിക്ക് നടുവേദനയൊക്കെ കുറവുണ്ട്, നീയും വന്ന് നോക്കും, നിനക്ക് വലിയ എക്സസൈസ് ഒന്നും വീട്ടിലില്ലല്ലോ എന്ന്. ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാട് കഴിക്കുന്ന ഞാൻ അധികം എക്സസൈസുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് എന്താ അങ്ങോട്ടൊന്ന് പോയാൽ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു തിങ്കളാഴ്ച ഞാൻ ഞങ്ങളുടെ തന്ത്രയിലേക്ക് ആദ്യമായി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേരുണ്ട്. അയ്യപ്പൻ സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറ് പറഞ്ഞു, ഇന്ന് അഡ്മിഷൻ ഒന്നും എടുക്കണ്ട, ഇന്ന് ഇവരുടെ കൂടെയൊക്കെ നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്ക്, അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ വന്ന് അഡ്മിഷൻ എടുത്താൽ മതി. ഞാൻ പിറകിലത്തെ ഒരു വരിയിലായിട്ട് നിന്നു. ഓരോരുത്തരെയും നോക്കിയപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് കളിക്കുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ 1-2 സ്റ്റെപ്പ് പോലും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എല്ലാവരെയും നോക്കി അത്ഭുതത്തോടെ നിന്നു. ഇത്ര പ്രായമുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇത് കളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു. അന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരത്തില്ല, ഇത് നടപടിയാകുന്ന കേസല്ല കേട്ടോ. അതിനുശേഷം ബുധനാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. വ്യാഴാഴ്ച ദിവസം എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ബാക്കിലുള്ള അപർണ ചേച്ചി എന്നെ കണ്ടു. അപർണ ചേച്ചിയോട് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അപർണ ചേച്ചി ഓടി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നിമിഷയല്ലേ, നിമിഷ ക്ലാസ്സിന് എന്താ ഇപ്പോൾ വരാത്തത്? ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി, ഞാൻ വരുന്നില്ല, എനിക്കതൊന്നും പറ്റത്തില്ല, അവിടെയുള്ള എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞങ്ങളെല്ലാവരും അങ്ങനെയായിരുന്നു, ആദ്യം എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് പറ്റും, അതേപോലെ ഉള്ളൂ നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, നീ പതുക്കെ ചെയ്ത് പഠിച്ചാൽ മതി. അങ്ങനെ അപർണ ചേച്ചിയുടെ ആ വാക്കിൻ്റെ ധൈര്യത്തിൽ ഞാൻ വെള്ളിയാഴ്ച വീണ്ടും ക്ലാസ്സിലേക്ക് എത്തി. എന്നിട്ട് മുൻപിൽ നിൽക്കുന്ന ഓരോരുത്തരും ചെയ്യുന്നത് 1-2 പ്രാവശ്യം നോക്കി ഞാൻ ചെറിയ രീതിയിൽ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതിയെ ഓരോരോ സ്റ്റെപ്പുകൾ കളിച്ച് വന്ന് 3ാമത്തെ ദിവസം തന്നെ ഞാൻ ബാക്കിലേക്ക് കളിച്ചു ചെന്നപ്പോൾ എൻ്റെ കാല് തട്ടി തന്ത്രയുടെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു. അപ്പോൾ അയ്യപ്പ സാർ ക്ലാസ് പൊളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് കളിയാക്കി. എല്ലാവരും കേട്ട് ചിരിക്കാനും തുടങ്ങി. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടെ അതിനും പറഞ്ഞ് കളിയാക്കി. ആദ്യമായി കളിയാക്കലുകൾ കിട്ടിയത് കൊണ്ടായിരിക്കാം എനിക്ക് വലിയ വിഷമമായിരുന്നു. അതൊരു തുടക്കം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് എപ്പോഴും കളിയാക്കലുകളും ചിരികളും വലിയ സന്തോഷങ്ങളും മാത്രമാണ് തന്ത്രയിൽ എനിക്ക് കിട്ടിയത്. അങ്ങനെ സൂംബ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ഓരോരുത്തരെയായി പരിചയപ്പെടാൻ തുടങ്ങി. തന്ത്രയിലെത്തിയപ്പോഴേക്കും എനിക്ക് കുറേ ചേച്ചിമാരെയും അനിയത്തിമാരെയും ഒക്കെ കിട്ടി. തന്ത്ര ഭയങ്കര സൂപ്പറാണ്. ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷങ്ങളും പിന്നെ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന ആഘോഷങ്ങളെല്ലാം ഞങ്ങൾ അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലോ കോളേജിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇനി എന്നാണ് ഇങ്ങനെ കൂട്ടുകാരുമൊത്ത് ഓണമൊക്കെ ആഘോഷിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും ഹാപ്പിയാണ്. കാരണം എല്ലാ ഓണവും ക്രിസ്മസും എല്ലാം ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ടൂറുകൾ. തന്ത്രയിലെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഹൗസ് ബോട്ട് യാത്രയായിരുന്നു നടത്തിയത്. അതൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അതിനുശേഷം വന്ന ഗ്രൂപ്പിൽ ഞാൻ ഒരു നെടുനീളം മെസ്സേജ് തന്നെ ഇട്ടു. കാരണം കോളേജ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇത്രയേറെ കൂട്ടുകാരുമായി സന്തോഷിക്കാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിന് അയ്യപ്പ സാറിനോട് നന്ദിയൊക്കെ പറഞ്ഞ് ആ ഒരു യാത്ര കഴിഞ്ഞതിന് ശേഷം പിന്നീട് ടൂറ് പോകാനൊക്കെ എല്ലാവർക്കും ആവേശം കൂടിയതേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ അച്ചൻകോവിലേക്ക് ഒരു പ്രാവശ്യം പോയി. പിന്നീട് വാഗമണും പോയി. തന്ത്രയിലെ ഓരോരുത്തർക്കും അവിടം എത്ര ഇഷ്ടമാണ് എന്നുള്ളതിന് തെളിവാണ് തന്ത്രയിൽ ഉണ്ടായിരുന്ന പ്രീതി ചേച്ചി UK പോയതിന് ശേഷം വെക്കേഷന് നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളെ കാണാൻ ഓടിയെത്തി. അന്ന് ചേച്ചി ഞങ്ങളോടൊപ്പം ആ ക്ലാസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് പോകാൻ നേരം കണ്ണൊക്കെ നിറഞ്ഞ് നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് തന്ത്രയിലെ ഓരോരുത്തർക്കും തന്ത്ര എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. മാനസിക സന്തോഷം മാത്രമല്ല കേട്ടോ തന്ത്രയിൽ,
നമ്മുടെ സൂംബ ശരീരത്തിന് ഏറ്റവും നല്ലൊരു എക്സസൈസ് തന്നെയാണ്. സൂംബ കഴിയുമ്പോഴേക്കും നമ്മൾ നന്നായി വിയർത്തിരിക്കും. അതിനുശേഷമുള്ള എക്സസൈസും കൂടെ ആകുമ്പോൾ പൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് മാനസികപരമായും ആരോഗ്യപരമായും ഏറ്റവും പറ്റിയൊരിടം തന്നെയാണ് തന്ത്ര.